ഗാസയിൽ പൂർണ്ണ അധിനിവേശത്തിന് ആഹ്വാനം ചെയ്ത ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്കുള്ളിൽ നിന്നുള്ള എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് നെതന്യാഹുവിന്റെ നീക്കം. ഗാസ മുനമ്പ് പൂർണ്ണമായും കൈവശപ്പെടുത്താനുള്ള പദ്ധതിക്ക് മന്ത്രിസഭയുടെ പിന്തുണ തേടുമെന്ന് നെതന്യാഹു പറഞ്ഞതായി ഇസ്രയേൽ മന്ത്രിമാർ അറിയിച്ചു. ഇസ്രയേൽ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗാസയിലെ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിനുള്ള തന്റെ കാഴ്ചപ്പാട് സ്വകാര്യ സംഭാഷണങ്ങളിലാണ് നെതന്യാഹു മന്ത്രിമാർക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഞങ്ങൾ ഗാസ മുനമ്പിന്റെ സമ്പൂർണ്ണ അധിനിവേശത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ട് ചൊവ്വാഴ്ച സുരക്ഷാ മന്ത്രിസഭാ യോഗം നെതന്യാഹു വിളിച്ചേക്കും. ഗാസയിലെ പൂർണ്ണ അധിനിവേശത്തിന് ഇസ്രയേൽ പ്രതിരോധ സേന എതിർപ്പ് അറിയിച്ചിരുന്നു. ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കരസേനാ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് അവശേഷിക്കുന്നവരുടെ ജീവൻ അപായപ്പെടുത്തും എന്ന മുന്നറിയിപ്പാണ് IDF നൽകുന്നത്. ബന്ദികൾക്കൊപ്പം സൈനികരുടെ ജീവനും കൂടുതൽ അപകടത്തിലാക്കുന്ന നീക്കമായിരിക്കും എന്ന മുന്നറിയിപ്പും IDF നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നീക്കം ചെയ്യാൻ വർഷങ്ങളെടുക്കുമെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വിലയിരുത്തലെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ സമ്പൂർണ്ണ അധിനിവേശത്തെ എതിർത്താൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്നും നെതന്യാഹുവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഓപ്പറേഷൻ ഉണ്ടാകും. നെതന്യാഹുവിന്റെ ഓഫീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് ഇങ്ങനെ. അതേസമയം എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ആഗ്രഹമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൻ സർ പറഞ്ഞു. പൂർണ്ണ അധിനിവേശം സംബന്ധിച്ച് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭയിലും ഭിന്നതയുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. ധനമന്ത്രി ബസാലേൽ സ്മോട്രിച്ച്, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെൻഗ്യൂർ, മിലിറ്ററി സെക്രട്ടറി മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ, ക്യാബിനറ്റ് സെക്രട്ടറി യോസി ഫ്യൂക്കസ് തുടങ്ങിയവരാണ് സൈനിക നടപടി വിപുലീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നവർ. IDF ചീഫ് ഇയാൽ സമീർ, വിദേശകാര്യമന്ത്രി ഗിദിയോൻ സർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനക്ചി, മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ, സൈന്യത്തിന്റെ ബന്ദി വിഷയങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മേജർ ജനറൽ നിറ്റ്സാൻ അലോൺ തുടങ്ങിയവർ വെടിനിർത്തൽ ബന്ദി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനെ അനുകൂലിക്കുന്നവരുമാണ്. ഗാസയിലെ സൈനിക നടപടികളിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിൽ IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ അമേരിക്കയിലേക്കുള്ള യാത്ര റദ്ദാക്കിയതായും സൈന്യം തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. ഗാസ മുനമ്പിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന വ്യവസ്ഥയിലായിരുന്നു ഈ ഹ്രസ്വയാത്രയെന്നും അത് നടപ്പിലാക്കാത്തതിനാൽ അദ്ദേഹം തിങ്കളാഴ്ച രാത്രി യാത്ര തിരിക്കില്ല എന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. US സെൻട്രൽ കമാൻഡ് മേധാവിയുടെ ചുമതല കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും പെന്റഗണിലെ US ഉദ്യോഗസ്ഥരുമായും ജൂത സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനും സമീർ തീരുമാനിച്ചിരുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇസ്രയേലിന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുൻ തലവന്മാരുൾപ്പെടെ 550ഓളം പേർ ചേർന്നാണ് ട്രംപിന് തുറന്ന കത്തെഴുതിയത്. ഹമാസ് ഇനി ഒരിക്കലും ഇസ്രയേലിന്റെ നിലനിൽപ്പിന്റെ ഭീഷണിയല്ല എന്നാണ് അനുഭവപരിചയം മുൻനിർത്തിയുള്ള തങ്ങളുടെ വിലയിരുത്തലെന്ന് ഉദ്യോഗസ്ഥർ കത്തിൽ പറയുന്നു. ബലപ്രയോഗത്തിലൂടെ സാധിക്കുമായിരുന്ന 2 യുദ്ധലക്ഷ്യങ്ങളും ഇസ്രയേൽ സൈന്യം കൈവരിച്ചു. ഹമാസിന്റെ സൈനിക ശേഷി ഉന്മൂലനം ചെയ്യുകയും ഭരണ സംവിധാനം തകർക്കുകയും ചെയ്തു. ബന്ദികളെ മടക്കിക്കൊണ്ടുവരിക എന്ന സുപ്രധാനമായ 3ാം ലക്ഷ്യം കരാറിലൂടെ നേടാൻ കഴിയൂ എന്നും കത്തിൽ പറഞ്ഞു. ശേഷിക്കുന്ന ഹമാസുകാരെ വേട്ടയാടുന്നത് അതിനുശേഷവും തുടരാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. 23ാം മാസത്തിലേക്ക് കടക്കുന്ന ഗാസയിലെ യുദ്ധം സ്വന്തം സുരക്ഷയും അസ്തിത്വവും നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇസ്രയേലിനെ നയിക്കുന്നതെന്ന് ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻ ബേത്തിന്റെ മുൻ തലവൻ അമി അയലോൺ പറഞ്ഞു. തുടക്കത്തിൽ ഈ യുദ്ധം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നീതിപൂർവമായ ഒന്നായിരുന്നു. എന്നാൽ സൈനിക ലക്ഷ്യങ്ങളെല്ലാം നേടിയ ശേഷവും അത് തുടരുന്നത് നീതിയുക്തമല്ല എന്നും അയലോൺ കൂട്ടിച്ചേർത്തു. മൊസാദ് മുൻ തലവന്മാരായ താമിർ പർദോ, എഫ്രായിം ഹലേവി, ഡാനി യാതോം, ഷിൻ ബേത്തിന്റെ 5 മുൻ തലവന്മാർ, മുൻ പ്രധാനമന്ത്രി എഹൂദ് ബറാഖ്, മുൻ പ്രതിരോധ മന്ത്രി മോഷെ യാലോൺ തുടങ്ങിയവർ കത്തിലൊപ്പിട്ടിട്ടുണ്ട്. ഗാസയിൽ പട്ടിണി ഉൾപ്പെടെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമായതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ പ്രതികൂട്ടിലായിരിക്കെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തുറന്ന വിമർശനവും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.